ഒരു വെള്ളിയാഴ്ച സമയം കിട്ടുമ്പോഴേക്ക് കയറി ഇറങ്ങേണ്ട ഒന്നല്ല പള്ളിക്കാടുകൾ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സമയമുണ്ടാക്കി നമ്മൾ കയറി ഇറങ്ങേണ്ട സ്ഥലമാണ് പള്ളിക്കാടുകൾ എന്ന് പറയുന്നത്. അവിടെ കയറേണ്ടത് നമ്മൾ മാത്രമാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് രണ്ട് രൂപത്തിലുള്ള ഖലാഉകളുണ്ട്. ഖലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വിധികൾ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ. അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കാര്യകാരണങ്ങളോട്, ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒന്നാമത്തത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് കിടക്കാത്തതാണ് ഒന്നാമത്തത്. അതായത് നമ്മൾ എത്ര ദുആ ചെയ്താലും നമ്മൾ എന്തൊക്കെ ചെയ്താലും അള്ളാഹുവിന്റെ ആ തീരുമാനങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയില്ല. ആ തീരുമാനങ്ങളിൽ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് മുഅല്ലഖാണ്. എന്താണ് മുഅല്ലഖായ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ? ചില കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല ആ കാര്യങ്ങളെ ബന്ധപ്പെടുത്തി കൊടുക്കും. നമ്മുടെ ദുആകൾക്കനുസരിച്ച് ആ തീരുമാനങ്ങൾ മാറ്റും. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ എന്നുള്ളതാണല്ലോ. പ്രാർത്ഥനകൾ കൊണ്ടല്ലാതെ തീരുമാനങ്ങളെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മുടെ പ്രാർത്ഥനകളെ കൊണ്ട്, നമ്മുടെ തേട്ടങ്ങളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളുമുണ്ട്. രണ്ട് തീരുമാനങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെയാണ് ദുആകളെ കൊണ്ട്, നമ്മുടെ പ്രവർത്തികളെ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നത്, മാറ്റിയെടുക്കാൻ കഴിയാത്തത് എന്ന് നമുക്ക് വേർതിരിച്ചു തന്നിട്ടില്ല. അവിടെ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാമല്ലോ, നമ്മൾ സ്വതക്ക കൊടുക്കുന്നത് അപകടങ്ങളെ തടയും. അപകടങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വതക്കയിലൂടെ അതിനെ തടയുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ചില കാര്യങ്ങളെ കൊണ്ട് തടഞ്ഞു നിർത്തും എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. അങ്ങനെ ആ തീരുമാനങ്ങൾ നിർണയിക്കുന്ന പരിശുദ്ധമായ ദിവസമാണ് ലൈലത്തുൽ ബറാഅ, നിസ്ഫു ശഅബാൻ, ലൈലത്തുൽ മുബാറക എന്നൊക്കെ നമ്മൾ പറഞ്ഞ അനേകം പേരുകൾ അറിയപ്പെടുന്ന ശഅബാൻ 15ന്റെ രാത്രി. അൽഹംദുലില്ലാ, നമ്മളൊക്കെ വലിയ സന്തോഷവാന്മാരാണ്. സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി നമ്മുടെ പിതാമഹന്മാക്കൾ കാണിച്ചെന്ന വഴിയാണ് ലൈലത്തുൽ ബറാഅയുടെ അന്ന് മധുരമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കും. ആ ചീരണികൾ നമ്മുടെ വീട്ടിൽ ഭക്ഷിക്കും. ചിലപ്പോൾ പള്ളിയിലോട്ട് കൊണ്ടുവരും, ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലോട്ട് കൊടുക്കും. അന്ന് ചില സ്ഥലങ്ങളിൽ അസ്റിന് ശേഷം ചില പണ്ഡിതന്മാരിൽ കാണാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മഗ്രിബിന് ശേഷം ഇരുന്ന് 3 യാസീൻ ഓതുന്നു. ആ 3 യാസീൻ ഓതി കൂട്ടമായി ദുആ ചെയ്യുന്നു. ഇതെല്ലാം വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അതിലൂടെ മഹാത്മാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഖലാഇലുള്ള മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ മാറ്റണം എന്നുള്ളതാണ്. ഒന്നാമത്തെ യാസീൻ എന്തിനാണ് നമ്മൾ ഓതുന്നത്? ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖോടുകൂടെ നമുക്ക് ദീർഘായുസ്സ് ലഭിക്കാനാണ്. വെറുതെ ദീർഘായുസ്സ് ലഭിച്ചാൽ പോരല്ലോ, ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖോടുകൂടെ നമുക്ക് ദീർഘായുസ്സ് ലഭിക്കണം. എന്തെല്ലാം വാർത്തകൾ! ചെറിയ ചെറിയ പ്രായത്തിൽ എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കട്ടെ. സ്കൂളിലോട്ട് പോയ പ്രിയപ്പെട്ട കുഞ്ഞ് തിരിച്ചു വരുന്നില്ല, മയ്യത്തായി പോയി. കടയിലോട്ട് പോയ ഉപ്പ തിരിച്ചു വരുന്നില്ല, ഒരു ഹൃദയാഘാതം വന്നതാണ്, മരണപ്പെട്ടു പോയി. കഴിഞ്ഞ ആഴ്ചയിലാണ് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി മിഹ്റാബിലേക്ക് കയറാൻ നിൽക്കുന്ന ഇമാം മരണപ്പെട്ടു പോയി. അല്ലാഹു തആല ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. വഅള് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്ന പ്രഭാഷകന്മാർ, ഇങ്ങനെ പെട്ടെന്ന് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ദീർഘമായ ആയുസ് വേണം. എന്നാൽ ദീർഘമായ ആയുസ് വേണോ? അത് മാത്രം പോരാ, എന്തുകൂടെ വേണം? അല്ലാഹുവിൻക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് കൂടെ വേണം. നിസ്കരിക്കാനുള്ള മനസ്സ് വേണം, നോമ്പനുഷ്ഠിക്കാനുള്ള തൗഫീഖ് വേണം. ഇതെല്ലാം ലഭിക്കുന്നതോടുകൂടെയുള്ള ഒരു ആയുസ്സാണ് നമുക്ക് വേണ്ടത്. അതിനാണ് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖോട് കൂടെയുള്ള ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ യാസീൻ എന്താണ്? റിസ്ക് വിശാലമാവുക. എന്താണ് റിസ്ക്? നമ്മുടെ ഭക്ഷണം, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ മക്കൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നാമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുവോ ഇതിനെല്ലാം റിസ്ക് എന്ന് പറയാൻ പറ്റും. അതിലൊക്കെ വിശാലത വേണം. കടക്കണികൾ തീരണം, ബുദ്ധിമുട്ടുകൾ മാറണം, വീടില്ലാത്തവർക്ക് വീട് കിട്ടണം, അസുഖങ്ങൾ മാറിക്കിട്ടണം. എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അത് മാറ്റിത്തരണം അള്ളാഹു തആല തയ്യാറായിരിക്കുന്ന ദിവസമാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നമ്മുടെ എല്ലാം അതിൽ പെടും. മൂന്നാമത്തെ കാര്യമാണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ദുആ. നമ്മുടെ മരണം നന്നായി കിട്ടാൻ, അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ആസ്വദിച്ച് നമ്മൾ ദുആ ചെയ്യുന്നു. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മരണത്തിന്റെ സമയം നന്നാക്കി തെരുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ജീവിതം അല്ലാഹു തആല ആനന്ദത്തിലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. ഈ 3 യാസീനുകളാണ് നമ്മൾ ഓതേണ്ടത്.
ഓതാൻ നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയല്ലോ, ആ യാസീൻ ഓതാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ തൗഫീഖാണ്. അതൊരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താണ്? അവൻ പരാജിതനാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ വിശേഷണങ്ങളില്ല. അവൻക്ക് ഈ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ തൊട്ട് അവനെ അള്ളാഹു തആല തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ പരിശുദ്ധമായ രാവ് റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിമനോഹരമായി ഉപയോഗപ്പെടുത്തിയ രാവാണ്. എത്രയെത്ര ഖബറിടങ്ങളാണ് നമ്മൾ നോക്കാനുള്ളത്. ചിരിക്കാൻ കഴിയാത്ത, ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയാത്ത എത്രയെത്ര മൈലാഞ്ചി ചെടികളാണ് ഖബർസ്ഥാനുകളിലുള്ളത്. വാടിപ്പോയിട്ടുണ്ട് അവയിൽ പലതും, തളിർത്ത് നിൽക്കുന്നില്ല അവയിൽ പലതും. അങ്ങനെ എത്രയെത്ര മൈലാഞ്ചി ചെടികളാണ് എത്രയെത്ര ഖബറിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഉണങ്ങി നിൽക്കുന്നത്. ആരാണ് അതിനെ നനയ്ക്കേണ്ടത്? മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിടങ്ങളാണ്, ഉമ്മയുടെ ഖബറിടങ്ങളാണ്, നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചവരുടെ ഖബറിടങ്ങളാണ്. ആരാണ് നനയ്ക്കേണ്ടത്? നമ്മളാണ് നനയ്ക്കേണ്ടത്. നമുക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിന് നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ പൂർത്തീകരിക്കാനുള്ള ദിവസമായി ശഅബാൻ 15 ദിവസത്തെ നമ്മൾ കാണണം. വെള്ളിയാഴ്ച ദിവസങ്ങളെ അതിനുവേണ്ടി നമ്മൾ കാണണം. അത് മനോഹരമായ ദിവസമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, മഹദിയായ ആയിഷ ഉമ്മ പറയുന്നു, ശഅബാൻ 15 രാത്രിയിൽ പാതിരാ സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിരിപ്പിൽ കാണാനില്ല. എവിടെയാണ് എന്റെ പ്രിയതമനായ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ നടന്നപ്പോൾ ശഅബാൻ 15 രാത്രിയിൽ ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീഇലുണ്ട്. എന്താണ് ജന്നത്തുൽ ബഖീഇന്റെ പ്രത്യേകത? മുഅ്മിനീങ്ങളായ മനുഷ്യർ മരണപ്പെട്ടാൽ അവരെ മറവ് ചെയ്യുന്ന സ്ഥലമാണല്ലോ ജന്നത്തുൽ ബഖീഅ്. ആ ജന്നത്തുൽ ബഖീഇൽ ശഅബാൻ 15 രാവിൽ പാതിരാ സമയത്ത് ഹബീബായ തങ്ങൾ ചെന്നുകൊണ്ട് അവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആകാശലോകത്തേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ജന്നത്തുൽ ബഖീആകുന്ന ഖബറിടത്തിൽ ചെന്നുകൊണ്ട് മരണപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ സമീപങ്ങളിലുള്ള പള്ളിക്കാടുകളിൽ ചിരിക്കാതെ തളിർക്കാതെ വാടി നിൽക്കുന്ന എത്രയെത്ര മൈലാഞ്ചി ചെടികളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. അവയെ നനയ്ക്കേണ്ടത് നമ്മളല്ലേ? ഖബറാളികളുടെ അവസ്ഥയെ വിശദീകരിക്കുന്ന സ്ഥലങ്ങളിൽ കാണാമല്ലോ. ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ വലിയ തടാകത്തിൽ, വലിയ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. അവന്റെ ഖബറിടത്തിലേക്ക് ഒരു ഫാത്തിഹ എത്തിയാൽ, അവന്റെ ഖബറിടത്തിലേക്ക് ഒരു ദിക്ർ എത്തിയാൽ, ഒരു യാസീൻ എത്തിയാൽ, മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യനൊരു പിടിവള്ളി കിട്ടുന്നത് പോലെ അതിൽ പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ കയറി കയറി വരുമത്രേ. അത്ര ഭയാനകരമാണ് ഖബറിന്റെ ഉള്ളിലെ അവസ്ഥ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് എന്റെ ഉപ്പയാണ്, നിങ്ങളുടെ ഉപ്പയാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഖബറിലുള്ളത്. നാളെ ആ സ്ഥാനത്ത് ചെന്ന് കിടക്കേണ്ടവര് നമ്മളാണ്. ഒരു വെള്ളിയാഴ്ച സമയം കിട്ടുമ്പോഴേക്ക് കയറി ഇറങ്ങേണ്ട ഒന്നല്ല പള്ളിക്കാടുകൾ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സമയമുണ്ടാക്കി നമ്മൾ കയറി ഇറങ്ങേണ്ട സ്ഥലമാണ് പള്ളിക്കാടുകൾ എന്ന് പറയുന്നത്. അവിടെ കയറേണ്ടത് നമ്മൾ മാത്രമാണോ? അല്ല. കയറുന്ന സമയത്ത് നമ്മുടെ മക്കളെ കരങ്ങൾ പിടിച്ചു കൊണ്ടുപോകണം. എന്തിന്? എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഈ ഖബറിൽ കിടക്കുന്നത്. ആ ഖബറിൽ കിടക്കുന്ന ഉപ്പയെ കാണാൻ, ഉമ്മയെ കാണാൻ, അനുജനെ കാണാൻ നിന്റെ ഉപ്പയായ ഞാൻ പോകുന്നുണ്ട്, നിന്റെ ഇക്കയായ ഞാൻ പോകുന്നുണ്ട്. നാളെ ഇതുപോലെ തൊട്ടപ്പുറത്തെ ഖബറിൽ നിന്റെ ഉപ്പയായ ഞാൻ കിടക്കാനുള്ളതാണ്, നിന്റെ ഉമ്മയായ ഞാൻ കിടക്കാനുള്ളതാണ്. അന്നേരം എന്റെ പൊന്നുമോനെ, ഒരു ഫാത്തിഹയെങ്കിലും കയ്യിൽ വെച്ചുകൊണ്ട് എന്റെ മകനെ ഉപ്പയുടെ ഖബറിടത്തിലേക്കൊന്നു വരണേ, ഈ ഉപ്പയുടെ ഖബറൊന്ന് സന്തോഷത്തിലാക്കണേ എന്നുള്ള സന്ദേശം കൈമാറാൻ നമ്മൾ ഖബറിടങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൂട്ടി, നമ്മുടെ അനുചരെ കൂട്ടി, അഹ്ലുകാരെ കൂട്ടി പോകണം.
ഇല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഖബർസ്ഥാനിലേക്ക് വരാൻ, നമ്മുടെ ഖബറിന്റെ അടുക്കലേക്ക് വരാൻ നമുക്ക് അഖിലുകാരില്ലാതെ ആയി പോകൂലെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖബറിടങ്ങളിലേക്ക് പോകേണ്ടത് വെള്ളിയാഴ്ച മാത്രമല്ല, അതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. ബറാഅത്തിന്റെ രാവിന് പ്രത്യേക പ്രതിഫലമുണ്ട്. എന്നാൽ നമ്മൾ പോകുന്ന സമയങ്ങളിലെല്ലാം നാളെ നമുക്ക് ഖബറിലും പ്രതീക്ഷയാകേണ്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടിപ്പോകണേ. അതൊരു വലിയ മാതൃകയാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അതുകൊണ്ടാണ് വിദേശ നാടുകൾ എടുത്ത് പരിശോധിച്ചാൽ, യമൻ, ഉസ്ബെക്കിസ്ഥാനൊക്കെ എടുത്ത് പരിശോധിച്ചാൽ, ശഅബാൻ 15-ന്റെ രാവ് വന്നാൽ അവിടുത്തെ എല്ലാ ഖബർസ്ഥാനുകളിലും പ്രകാശങ്ങളാണ്, എല്ലായിടത്തും വിളക്കുകളാണ്. മഗ്രിബ് തൊട്ട് ഇശാ വരെയുള്ള സമയങ്ങളിലല്ല ഞാൻ ഈ പറയുന്നത്, അസ്ർ തൊട്ട് മഗ്രിബ് വരെയുള്ള സമയങ്ങളിലല്ല ഞാൻ ഈ പറയുന്നത്, നേരം പുലരുവോളം അവിടെയെല്ലാം വലിയ രൂപത്തിലുള്ള പ്രകാശങ്ങളാണ്. ആളുകൾ സിയാറത്തിൽ മുഴുകുകയാണ്. നമ്മുടെ മഹല്ലത്തിൽ കൂട്ട സിയാറത്തുണ്ടായിരിക്കാം, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നാൽ അതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് സംസാരിക്കാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ, അവരോട് സംവദിക്കാൻ പ്രത്യേകമായി സമയം കണ്ടെത്തണേ. എല്ലാവരും കൂടി ചെയ്യുന്നതിന് പ്രത്യേക ജാപത്തുണ്ട്, അതിന് സംശയമില്ല. അതിന്റെ പുറമെ അതൊരു കടമയായി കാണാൻ, അതിന്റെ അപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യണം. ഉപ്പന്റെ അടുക്കുന്ന ഉമ്മാന്റെ അടുക്കുന്ന രണ്ടും കൂടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഒരു രാത്രിയിലെങ്കിലും ആരൊക്കെ മരണപ്പെട്ടോ ഖബർ അറിയുന്നവരുണ്ടോ അവിടെ പോയി ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിർത്തട്ടെ, ചെറിയൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. ശഅബാൻ 15-ന്റെ രാവിൽ ആ രാത്രിയെ എങ്ങനെയാണ് ഹബീബായ തങ്ങൾ ഉപയോഗപ്പെടുത്തിയത് എന്നത് മാത്രം വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണല്ലോ. മഹാനവറുകൾ പറയുകയാണ്, മഹദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണ്, അതേ ശഅബാൻ 15-ന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാനായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു. യാ റസൂലല്ലാഹ്, ഓ നബിയേ, അങ്ങയുടെ പാവനമായ മുഖം ഒന്നുയർത്തിയാലും നബിയേ, അങ്ങൊന്ന് തല ഉയർത്തിയാലും നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, പതിവില്ലാതെയാണല്ലോ ജിബ്രീലിന്റെ ആഗമനം, സാധാരണ ഈ സമയത്ത് വരുന്നൊരു പതിവില്ലാത്തതാണല്ലോ, ഈ രാത്രിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ജിബ്രീൽ? എന്തുകൊണ്ടാണ് ഈ സമയത്ത് അങ്ങ് വന്നിട്ടുള്ളത്? ഉടനെ തന്നെ ജിബ്രീലിന്റെ മറുപടി പറയുകയാണ്, നബിയേ, ഈ രാത്രി വല്ലാത്ത രാത്രിയാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 300 കവാടങ്ങൾ തുറന്നിടുന്ന രാത്രിയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 300 കവാടങ്ങൾ തുറന്നിടുന്ന രാത്രിയാണ്, അഥവാ സ്വർഗം മുഴുവനായി തുറന്നിടുന്ന രാത്രിയാണ്. എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഈ രാത്രിയിൽ ചില ആളുകൾക്കല്ലാതെ എല്ലാ ആളുകൾക്കും പരിഹാരമുണ്ട്. ഏതാണ് ആ ചില ആളുകൾ എന്നറിയുമോ? ശിർക്ക് ചെയ്യാത്തവനാണ്, സിഹ്ർ ചെയ്യാത്തവനാണ്, പ്രശ്നം വെപ്പിക്കാത്തവനാണ്, മദ്യപാനം ശീലിക്കാത്തവനാണ്, പലിശയുമായി ബന്ധപ്പെടാത്തവനാണ്, വ്യഭിചാരമായിട്ട് ബന്ധപ്പെടാത്തവനാണ്. അത്തരത്തിലുള്ള ആളുകൾ അല്ലാത്ത ആളുകളൊക്കെ ഈ രാത്രിയിൽ എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകും നബിയേ. എന്നാൽ ഈ പറയപ്പെട്ട വിഭാഗത്തിലുള്ള ആളുകളോ, അവരാദ്യം നീ ചെയ്ത തെറ്റുകൾക്ക് തൗബ ചെയ്യണം. ആ തൗബ ചെയ്തതിനു ശേഷം അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. അല്പസമയം കഴിഞ്ഞു ഹബീബായ തങ്ങൾ ഇബാദത്തിൽ മുഴുകുകയാണ്. ഈ രാത്രിയിൽ ഹബീബായ തങ്ങൾ ഇബാദത്തിൽ മുഴുകുകയാണ്. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞ് രാത്രിയുടെ 1/4 ഭാഗമെത്തിയപ്പോൾ, അതേ രാത്രിയുടെ 1/4 ഭാഗമായപ്പോൾ വീണ്ടും മലക്കുൽ അമീൻ
ജിബ്രീൽ വന്നുകൊണ്ട് വീണ്ടും പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖം ഒന്നുകൂടി ഉയർത്തിയാലും നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തലയങ്ങ് ഉയർത്തുകയാണ്. ആ സമയത്ത് ജിബ്രീൽ പറയുകയാണ്, നബിയേ, ഈ സമയത്ത് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടുണ്ട് നബിയേ. സ്വർഗം മലക്ക് തുറന്നു വെച്ചിട്ടുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ആകാശത്തേക്കൊന്ന് നോക്കിയപ്പോൾ സ്വർഗത്തിന്റെ 1-ാം ആകാശത്തിന്റെ കവാടം തുറന്നിരിക്കുകയാണ്. സ്വർഗത്തിന്റെ 1-ാമത്തെ കവാടം തുറന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ആ മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാഹ്, തൂബാ ലിമൻ റകഅ ഫീ ഹാദിഹിൽ ലൈല. ഈ രാത്രിയിൽ റുകൂഅ ചെയ്ത മനുഷ്യനുണ്ടോ? ആ മനുഷ്യന് സന്തോഷമുണ്ട് നബിയേ. വീണ്ടും നോക്കിയപ്പോൾ സ്വർഗത്തിന്റെ 2-ാമത്തെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. അവിടെയുള്ള മലക്ക് പറയുകയാണ്, തൂബാ ലിമൻ സജദ ഫീ ഹാദിഹിൽ ലൈല. ഈ രാത്രിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത മനുഷ്യൻക്ക് സന്തോഷമുണ്ട്. 3-ാമത്തെ കവാടം തുറന്നിരിക്കുന്ന അവിടുത്തെ മലക്ക് പറയുകയാണ്, തൂബാ ലിമൻ ദഅ ഫീ ഹാദിഹിൽ ലൈല. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന മനുഷ്യൻക്ക് ഈ രാത്രിയിൽ സന്തോഷമുണ്ട്. 4-ാമത്തെ കവാടം തുറന്നുകൊണ്ട് പറയുന്നു, തൂബാ ലിദ്ദാകിരീന ഫീ ഹാദിഹിൽ ലൈല. ഈ രാത്രിയിൽ ദിക്ർ ചൊല്ലിയിരിക്കുന്ന മനുഷ്യന് സന്തോഷമുണ്ട്. 5-ാമത്തെ കവാടം തുറന്നുകൊണ്ട് പറയുകയാണ്, തൂബാ ലിമൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹി ഫീ ഹാദിഹിൽ ലൈല. ഈ രാത്രിയിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞിരിക്കുന്ന മനുഷ്യൻക്ക് സന്തോഷമുണ്ട് നബിയേ. 6-ാമത്തെ കവാടത്തിലുള്ള മലക്ക് പറയുകയാണ്, തൂബാലിൽ മുസ്ലിമീന ഫീ ഹാദിഹിൽ ലൈല. ഈ രാത്രിയിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. 7-ാമത്തെ കവാടത്തിലുള്ള മലക്ക് പറയുന്നു, ഹൽ മിൻ സാഇലിൻ ഫയുഅതാ സുഅലഹു. നമ്മൾ കേൾക്കേണ്ട ഒരു വാചകമാണ്. ഈ രാത്രിയിൽ ആരെങ്കിലും ഇരുന്നുകൊണ്ട് എന്നോട് വല്ല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹു ഉത്തരം ചെയ്തു കൊടുക്കുന്ന രാത്രിയാണ്. അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകുന്ന രാത്രിയാണ്. 8-ാമത്തെ കവാടത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ. ആരെങ്കിലും ഈ രാത്രിയിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടോ? ഫയുഗ്ഫറു ലഹു. അവൻക്ക് അവന്റെ പാപമോചനങ്ങൾ ഇങ്ങനെ പുറത്തു കൊടുക്കുന്നതാണ്. ഇത് കേട്ടപ്പോ ഹബീബായ തങ്ങൾക്ക് വലിയ സന്തോഷം വരികയാണ്. എന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന രാവാണ്. ഈ രാത്രിയിൽ ഇതെല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യനും ഇതെല്ലാം നിഅമത്തുകളാണ് കിട്ടുന്നത്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, അല്ല ജിബ്രീൽ, ഈ ഓഫർ എത്ര സമയം വരെയുണ്ട്? ഈ ഓഫർ എത്ര സമയം വരെയുണ്ട്? അഥവാ ഈ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ട സമയം ഏതുവരെ നീണ്ടു നിൽക്കുന്നതാണ്? ആ സമയത്ത് ജിബ്രീലിന്റെ മറുപടി എന്താണ്? ഇലാ തുലൂഇൽ ഫജ്രി മിൻ ഔവലിൽ ലൈൽ. ഈ രാത്രിയുടെ ആദ്യം തൊട്ട് അഥവാ മഗ്രിബ് തൊട്ടുകൊണ്ട് ഫജ്ർ വരെയുണ്ട്, സുബ്ഹി വരെ ഈ സമയമുണ്ട്. ഈ സമയം നന്നായി ഒന്ന് ഉപയോഗപ്പെടുത്താൻ കഴിയണം നമുക്ക്. അല്ലാഹുവേ, ശഅബാനിന്റെ രാത്രി അതിമനോഹരമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാനുള്ളതല്ല, യാസീൻ ഓതിക്കൊണ്ട് മുസ്ഹഫ് മടച്ചു വെച്ചുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് കളിക്കാനുള്ള രാവല്ല. മറിച്ച് ഈ രാവിൽ നമ്മൾ ദുആ ചെയ്യണം, ആരും അറിയാതെ നിസ്കരിക്കണം, തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കണം, പ്രിയപ്പെട്ടവരുടെ ഖബറിടത്തിലേക്ക് നമ്മൾ ചൊല്ലണം, നമ്മുടെ സങ്കടങ്ങൾ റബ്ബിനോട് പറയണം, നമ്മുടെ സന്തോഷങ്ങൾ അല്ലാഹുവിനോട് പറയണം, നമ്മുടെ കടങ്ങൾ വീട്ടാൻ അല്ലാഹുവിനോട് പറയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ശഅബാൻ 15ന്റെ രാത്രിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. 3 യാസീൻ ഓതണേ, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ദുഹാൻ ഓതണേ,
നോക്കണേ. കഴിയുന്ന പോലെ മഗ്രിബ് ജമാഅത്തായി കിട്ടണം നമുക്ക്, ഇശാ ജമാഅത്ത് കിട്ടണം നമുക്ക്, സുബ്ഹ് ജമാഅത്ത് കിട്ടണം നമുക്ക്, തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയണം നമുക്ക്, അല്പം ഖുർആൻ ഓതാൻ കഴിയണം, ഒരു 300 ദിക്ർ ചൊല്ലാൻ കഴിയണം, 1000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിയണം, ഇല്ലെങ്കിൽ 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിയണം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടത്തിലേക്ക് എത്താൻ കഴിയണം, അല്പം സ്വതക്ക കൊടുക്കാൻ കഴിയണം, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൈകാര്യം ചെയ്യാൻ കഴിയണം. ഇതെല്ലാം ഈ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടവരാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൂടി ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു ഹദീസിൽ കാണാം, ശഅബാൻ 15 രാത്രിയിൽ അല്ലാഹു എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും, 2 ആളുകൾക്കൊഴികെ. ഈ പറയപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം 2 ആളുകൾക്കൊഴികെയാണ് അല്ലാഹു നൽകുന്നത്. ഒന്ന് ശിർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. നമ്മളാരും ശിർക്ക് ചെയ്യുന്നില്ലല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എവിടെയാണ്? അത് മുഷാഹിൻ എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? അഥവാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാണ്. 2 ആളുകൾക്കിടയിൽ, 2 സമൂഹത്തിന്റെ ഇടയിൽ, 2 വിഭാഗത്തിന്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുന്നവനാണ്. അനാവശ്യമായി പുതിയ ചർച്ചകൾ എടുത്തിടുന്നവനാണ്. അവന്റെ നാക്കുകൊണ്ട് വിപത്തുകൾ ഉണ്ടാക്കുന്നവനാണ്. ഓരോ കാര്യങ്ങൾ അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് കൂട്ടുകാരെ തെറ്റിപ്പിക്കുന്നവനാണ്. കുടുംബങ്ങളെ ശിഥിലമാക്കുന്നവനാണ്. സൗഹൃദ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നവനാണ്. നാടിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്നവനാണ്. ഇങ്ങനെ പരസ്പരം നാവുകൊണ്ട് വിപത്തുണ്ടാക്കി മനുഷ്യരെ തമ്മിൽ അകറ്റി നിർത്തുന്നവൻ, അവൻ ഈ രാത്രിയിൽ ഇജാബത്തില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പറഞ്ഞതിൽ നമ്മളുണ്ടോ? ആ പറഞ്ഞതിൽ നമ്മളുണ്ടോ എന്ന ചിന്ത വേണം. അതുണ്ടെങ്കിൽ തൗബ ചെയ്ത് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഈ ശഅബാൻ 15 തൊട്ടെങ്കിലും ഞാൻ ഒരാളെയും തമ്മിൽ തെറ്റിപ്പിക്കൂല, ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തെ മറ്റൊരിടത്ത് അവതരിപ്പിച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കുകയില്ല എന്ന തീരുമാനമെടുക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.